അതെ, ഈ ആമയും മുയലും തമ്മിലുള്ള മത്സരത്തിന്റെ കഥയൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ? ചെറുപ്പം തുടങ്ങി നമ്മൾ പഠിച്ചിട്ടും ഒക്കെയുള്ളൊരു കഥയാണ്. അതിന്റെ അവസാന വിജയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമയ്ക്ക് തന്നെയാണ്. പക്ഷെ ആമ അത്രയും സ്ലോയിലാണ് പോയെന്നുണ്ടെങ്കിലും ഒരിക്കലും തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുന്നേ അത് പിന്മാറിയിട്ടില്ല. അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതവും. അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ പല രീതിയിലും പല പ്രതിസന്ധികളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചുറ്റിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും അത് വിജയിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്കത്ര സ്മൂത്തായിട്ട് അതങ്ങോട്ട് കടന്നു പോകാനായിട്ട് പറ്റത്തില്ല. അപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് പുറകോട്ട് പോകും. കുറച്ച് പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പ്രത്യേകിച്ച് ഒരു 1-2 വർഷമൊക്കെ അതിന് വേണ്ടിയിട്ട് പുറകെ നടന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് മൈൻഡ് ചെയ്യത്തില്ല. ഇനി എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കഥകൾ നമ്മളൊരു ഗുണപാഠമാക്കേണ്ടത്. അതായത് ഈ ആമ വെള്ളത്തിലൂടെ പോകുന്ന കണ്ടിട്ടുണ്ടോ? അത് ശാന്തമായി ഒഴുകുന്ന വെള്ളത്തിലൂടെ പോയാലും അതല്ലെങ്കിൽ കുറച്ച് ഈ എന്താ പറയുക കലങ്ങി മറിഞ്ഞു കിടക്കുന്ന എങ്ങനെയുള്ള അഴുക്കുചാലിലൂടെയോ എങ്ങനെ പോയാലും അതിൻ്റെ യാത്ര ഒരേപോലെയായിരിക്കും. അതായത് അത് ആ ശാന്തതയോടുകൂടി തന്നെ വെള്ളം അങ്ങനെ ഒഴുകിക്കോട്ടെ, അത് കലങ്ങി മറിഞ്ഞിട്ടോ നേരെയുള്ളതോ എങ്ങനെയും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന പോക്ക് അതാ ഒരേപോലെ തന്നെ ശാന്തതയോടുകൂടി പോകും എന്നുള്ള രീതിയിലാണ് ഈ ആമ പോകുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അത് അതിൻ്റെതായ രീതിയിൽ അങ്ങോട്ട് ഒഴുകിക്കോട്ടെ. പക്ഷേ അതിലൂടെ എപ്പോഴും നമുക്ക് ഈ ദേഷ്യവും സങ്കടവും ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോവാനോ ഇരിക്കാതെ ആ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക. പ്രശ്നങ്ങളൊക്കെ ഒരു വഴിയെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. അതുപോലെ തന്നെയാണ് നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടാതെ വരുന്ന ചില കാര്യങ്ങൾ. നമ്മൾ ഈ ചൈനീസ് ബാമ്പു കണ്ടിട്ടുണ്ടോ? ഈ ചൈനീസ് ബാമ്പുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 4 വർഷം ഈ ഭൂമിക്കടിയിൽ കിടന്നതിന് ശേഷമാണ് ഇത് മുള പൊട്ടി പുറത്തേക്ക് വരുന്നത്. ഈ 4 വർഷം കൊണ്ട് എല്ലാവരും വിചാരിക്കും ഈ സംഭവം നശിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഈ 4 വർഷവും ഇത് ഭൂമിക്കടിയിൽ ഒരിക്കലും വെറുതെ കിടക്കല്ല. അതിൻ്റെ ബേസ് അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതായത് അതിൻ്റെ വേരുകൾ വളരെ ശക്തമായിട്ടുള്ള ബലം വെച്ചിട്ടുള്ള വേരുകൾ ഭൂമിക്കടിയിലേക്ക് വളർന്ന് അതവിടെ വ്യാപൃതമാക്കുക ചെയ്യുക. അതിന് ശേഷമാണ് ഈ 4 വർഷങ്ങൾക്ക് ശേഷം ഒരൊറ്റ മുള പൊട്ടല് മേളിലേക്ക് പൊങ്ങി വന്നിട്ട് ഭയങ്കരമായൊരു വളർച്ചയായിരിക്കും പിന്നെ നമ്മൾ കാണുന്നത്. അത് ഒരിക്കലും വീണ് പോവാതിരിക്കാനായിട്ടുള്ള ബേസ് അത് ആദ്യം താഴെ ശാന്തമായിട്ട് ഇരുന്നുകൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തിക്കുക. ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അതൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട. അവരവരുടേതായ വഴിക്കൂടെ പോയിക്കോട്ടെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശാന്തമായിട്ട് എന്നാൽ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് സാവധാനം അങ്ങോട്ട് പോയാൽ മതിയെന്ന് അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും.